ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി തിരുവോണ സ്പെഷ്യൽ പഴന്നുറുക്കാണ് കേട്ടോ. തിരുവോണത്തിന് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വിഭവമാണിത്. പഴന്നുറുക്ക് എന്നാണ് ഇതിന് പറയുക. വളരെ രുചികരമായ ഒന്നാണിത്. എന്നാൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 നേന്ത്രപ്പഴമാണ് കേട്ടോ. അധികം പഴുക്കാത്തത് വേണം എടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിനുള്ളത് മാത്രമേ എടുക്കാവൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ 3 പീസുകളാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിവിടെ ഒരു ഇടത്തരം പീസുകളാക്കിയിട്ടാണ് നുറുക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം കേട്ടോ. നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 2 വലിയ അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്ത് പാനിയാക്കി മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പഴങ്ങളെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം, ഞാൻ 1/4 ഭാഗശയാണ് 2 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ കത്തുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് തീയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. പഴം കുക്കായോ എന്നറിയാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പശുവിൻ നെയ്യ് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് വീണ്ടും മൂടി ഒന്ന് തുറക്കാം. പഴമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാനായി ഇടയ്ക്ക് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 3-4 കഷ്ണങ്ങളായിട്ട് പഴം മുറിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതുപോലെ ചെറിയ പീസുകളാക്കണ്ട, കുറച്ചുകൂടി വലിപ്പത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ച നമ്മുടെ ശർക്കര പാനി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അരിപ്പയിലൂടെ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഇതൊന്ന് വറ്റി വരണം കേട്ടോ. ഇങ്ങനെ വറ്റി വരാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇടയ്ക്കെല്ലാം നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളം ഇനിയും ഒരുപാട് വറ്റാനുണ്ട്. ശർക്കര നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്താൽ വളരെ രുചികരമായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 മുറി തേങ്ങ ചിരവിയത് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് നമുക്കിതിൻ്റെ പാല് പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഴത്തിൽ ഒഴിച്ച ശർക്കരപ്പാനിയൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും കേട്ടോ. നമ്മുടെ ഈ പഴം ശർക്കരയിൽ കിടന്നിട്ട് ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 250 ml 2 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഉടഞ്ഞു പോവാതിരിക്കാനായിട്ടാണ് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടണം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ പഴം ഉടഞ്ഞു പോവും. ഉടഞ്ഞു പോവരുത്.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ശർക്കര ആർക്കും അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് ചുക്കും ഏലക്കായ്പ്പൊടിയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയതാണ്. അതും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. വളരെ രുചികരമായ ഒരു പഴം നുറുക്കാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.